വാഷിങ്ടൺ DC-യിൽ കുറച്ച് പ്രായമായ മനുഷ്യരും ഈ യുദ്ധത്തിലേർപ്പെടുന്ന അല്ലെങ്കിൽ മുൻപ് യുദ്ധത്തിലേർപ്പെട്ട സൈനികരുടെ കുടുംബാംഗങ്ങളുമെല്ലാം കൂടി കോൺഗ്രിഗേഷൻ ഹൗസിൽ ചാടിക്കയറി പ്രതിഷേധം നടത്തി. ഇനിയൊരു യുദ്ധം ആവശ്യമില്ലെന്നും ഇറാനിൽ നടത്തുന്ന ഈ അന്യായമായ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അതിൽ വിധവകളാവുകയും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ജീവിതങ്ങളുടെ ദുഃഖങ്ങൾ തങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണെന്നും പറഞ്ഞാണ് അവർ ഈ ട്രംപിൻ്റെ യുദ്ധക്കൊതിക്കെതിരെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അത് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ അമേരിക്കയിലും വലിയ പ്രതിഷേധ ചലനമായി മാറി. As a veteran, I know the harm that wars do to civilian populations, but also to our soldiers. I'm talking about the loss of life. I'm talking about injuries and lives changed forever. I'm talking about PTSD and moral injury. We heard the same promises and the same excuses and reasoning for the Iraq war that we're hearing today. And they're shifting constantly to justify our presence in the Middle East. And we're not fooled. We as veterans know better. Congress are the ones who approve it. Where are they? They have that power to stop Trump's recklessness. They have that power, and I don't understand what in the world are they. റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. പട്ടാളക്കാരുടെ കുടുംബാംഗങ്ങളാണ്. അവർക്കുണ്ടായ നഷ്ടങ്ങളും ദുരന്തങ്ങളുമൊക്കെ ആവർത്തിക്കപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞാണ് വാഷിങ്ടൺ DC-യിലെ കോൺഗ്രിഗേഷൻ ഹൗസിൽ അവർ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പക്ഷേ ഈ യുദ്ധങ്ങളൊക്കെ നടത്തുമ്പോൾ ധീരസൈനികർ, വീരസൈനികർ എന്നൊക്കെ പറയുന്നെങ്കിലും അവസാനം ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നതും വൃഥാവിലാവുന്നതും ഒരുപാട് മനുഷ്യരാണ്. ഇവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പണ്ട് ഇറാഖ് യുദ്ധം നടന്നപ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ് പറഞ്ഞത്. ലോകത്തിന് ഭീഷണിയാണ്, അണുവായുധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാണല്ലോ അതും സംഘടിപ്പിച്ചത്. അവസാനം ഒന്നും എത്തിയില്ലെന്ന് മാത്രമല്ല, ഒന്നുമാകാതെ അവിടെയും കുറേ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നുതള്ളി എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും ഉണ്ടായില്ല. അതുപോലൊരു യുദ്ധം ഇനി ഇറാനിൽ വേണ്ട എന്നതാണ് ഇവരുടെ ആവശ്യം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനെതിരെ പ്രതിഷേധം വളരെ ശക്തമാണ്.